ഇനി മുതൽ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിലും മാത്രമല്ല നിങ്ങൾക്ക് പിഴ കിട്ടുക, റോഡിലൂടെ വെറുതെ നടന്നാലും പിഴ കിട്ടും. നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും തലയിൽ ഒരു വലിയ അടി കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. അവരൊക്കെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഇത്രയും ഫൈൻ ഈടാക്കുന്നതിന് പകരമായിട്ട് ഈ റോഡിലെ കുണ്ടും കുഴിയൊക്കെ ഒന്ന് നേരെയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നന്നായിരിക്കും ഇത് അറിഞ്ഞിട്ട് പലരും ചോദിക്കുന്നുണ്ട്. സംഗതി വളരെ സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ ബൈക്കിൽ ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പോഴും അതുപോലെ തന്നെ രണ്ടിൽ കൂടുതൽ പേരെ നമ്മൾ ബൈക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഫൈൻ വീഴാറുണ്ട്. കാറിൽ തന്നെ പോകുമ്പോൾ ഓവർ സ്പീഡിന് കാറിൽ ഫൈൻ വീഴാറുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിന് ഫൈൻ വീഴാറുണ്ട്. അതുപോലെ തന്നെ അശ്രദ്ധമായിട്ടാണ് വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ വീഴാറുണ്ട്. പിന്നെ നമ്മൾ ഈ സ്കൂളിന്റെ ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിനെ താണ്ടി അധികം സ്പീഡിൽ നമ്മൾ പോകുകയാണെങ്കിൽ അതിന് നമുക്ക് ഫൈൻ കിട്ടാറുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലോട്ട് നമ്മൾ എപ്പോൾ ഇറങ്ങിയാലും നമുക്ക് എല്ലാവർക്കും ഫൈൻ കിട്ടാറുണ്ട്. അതും വണ്ടിയായിട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു നമുക്ക് ഫൈൻ കിട്ടിക്കൊണ്ടിരുന്നില്ലേ. എന്നാൽ ഇന്നിപ്പം അതൊക്കെ മാറിയിരിക്കുകയാണ്. അതിന് പകരം വേറൊരു സംഭവം വന്നിരിക്കുകയാണ്. കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരുന്നത്, അയ്യോ ഇതെന്ത് നിയമമാണ് ഈ കേരളത്തിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്നൊരു നിയമമാണ് ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്നത്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരിലേക്കും അത് എത്തിയിട്ടില്ല. ഇത് പലരും അറിഞ്ഞിട്ടില്ല. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് അശ്രദ്ധമായിട്ടാണ് കാൽനട നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. അതായത് നമ്മളിപ്പോൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇപ്പം എന്താ പറയുന്നത്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടെത്തിയ ഒരു കാര്യമാണ് കൂടുതലായിട്ട് ആക്സിഡന്റ് നടക്കുന്നതെന്ന് വെച്ചാൽ കാൽനടത്തക്കാർ കാരണമാണ് എന്നുള്ളത്. ഈ കാൽനടത്തക്കാർ കാരണമാണ് പകുതി മുക്കാൽ ആക്സിഡന്റ് നടക്കുന്നതെന്നാണ് ഇവരുടെ വാദം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അശ്രദ്ധമായിട്ടാണ് നമ്മൾ കാൽനട യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് ഫൈൻ ഈടാക്കാൻ സാധിക്കും. അതായത് സർക്കാരിന്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്, ഗതാഗത വകുപ്പിനാണെങ്കിൽ പോലും ഇവർക്കെതിരെ ഫൈൻ ഈടാക്കാൻ സാധിക്കും എന്നൊരു നിയമം ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. സംഗതി ഇപ്പം നമുക്കിനി നടന്നു പോയാൽ പോലും രക്ഷയില്ല എന്നൊരവസ്ഥയാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ റോഡിന്റെ അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാൽനട യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ് പല റോഡിന്റെ സൈഡിലും ഇല്ല. നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ താമസിക്കുന്നത് മൈനാഗപ്പള്ളിയിലാണ്. മൈനാപ്പള്ളി താമസിക്കുന്നത് ഞാൻ എൻ്റെ കുറ്റിയമുക്ക് ജംഗ്ഷനിൽ നിന്നും കുറ്റി ചന്തയിലേക്കുള്ള ഒരു കയറ്റമുണ്ട്. ഒരു ചെറിയ കുത്തനെയുള്ള ഒരു കയറ്റമാണ് റോഡിൽ വരുന്നത്. ആ കയറ്റത്തിലൂടെ നടക്കുന്ന സമയത്ത് ഇരു സൈഡിലും പുല്ല് വളർന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇരു സൈഡിലും ഉള്ള ഒരു അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ റോഡ് ഇച്ചിരി താന്നിട്ടും ഈ രണ്ട് സൈഡിലുള്ളത് ഇങ്ങനെ ചെരിഞ്ഞുള്ളൊരു പ്രതലമാണ് അവിടേക്ക് ഉള്ളത്. അവിടുത്തെ ഒരു സ്ഥലത്തിന്റെ രീതിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നവര്, നടന്നു പോകുന്ന ആൾക്കാർ പലരും ഈ റോഡിന്റെ ഓരത്തിലൂടെ തന്നെയാണ്, ഏത് റോഡിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. കാൽനടയായിട്ട് സൈഡിലൂടെ നടന്നു പോകാനായിട്ട് അവർക്ക് ആർക്കും സാധിക്കാറില്ല. ഞാൻ തന്നെ അതിലെ കൂടെ പോയപ്പോൾ റോഡിൽ കൂടെയാണ് പോയിട്ടുള്ളത്. എന്നെ പോലെ ഒരുപാട് പേര് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും നമ്മളേക്ക് ഇടിക്കാറുണ്ട്. പല റോഡിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പല CCTV നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ ഈ കാൽനട യാത്രക്കാരുടെ സംരക്ഷണം പോലും ഉറപ്പാക്കാൻ കഴിയാതെയാണ് ഈ കാൽനട യാത്രക്കാരുടെ മേലിൽ ഫൈൻ ഈടാക്കാനുള്ള ഒരു കാര്യം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു വക്കീൽ പറയുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഇനി മുതൽ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിലും മാത്രമല്ല നിങ്ങൾക്ക് പിഴ കിട്ടുക, റോഡിലൂടെ വെറുതെ നടന്നാലും പിഴ കിട്ടും. വാഹന അപകടങ്ങളുടെ എണ്ണം കൂടുന്നതിന്റെ പശ്ചാത്തലത്തിൽ റോഡ് യൂസേഴ്സ് ആക്ട് എന്നൊരു നിയമം കൊണ്ടുവരാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ വെറുതെ നടക്കുന്നവർക്കും രക്ഷയില്ല എന്നർത്ഥം. അപകട മരണങ്ങളുടെ പ്രധാന കാരണം കാൽനട യാത്രക്കാർ റോഡ് അലക്ഷ്യമായി ഉപയോഗിക്കുന്നത് കൊണ്ടും ആണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അഭിപ്രായം. അപ്പൊ ഇതുകൊണ്ടാണ് കാൽനട യാത്രക്കാർക്ക് പിഴ ഈടാക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം എന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇതിന് കാണിക്കുന്ന ഉത്സാഹം നമ്മുടെ നാട്ടിലെ റോഡ് നേരെയാക്കാൻ കൂടി സർക്കാർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡ് അപകടങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒരെണ്ണം നമ്മളുടെ നാട്ടിലെ മോശം റോഡും അതിലെ കുഴികളുമാണ്. അപ്പൊ അത് നേരെയാക്കാൻ ആദ്യം ശ്രമിക്കുക. അതിനുശേഷം റോഡിലൂടെ നടക്കുന്നവർക്ക് പിഴ ഈടാക്കാം.